വീണ്ടും ഒരു സ്കാമിൻ്റെ സ്റ്റോറി ആയിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നേക്കണേ. ഞാൻ ഇന്ന് ഓഫീസിൽ വന്നൊരു പയ്യനോട് സംസാരിക്കുകയായിരുന്നു. അവന് നാട്ടിൽ നിന്നൊരു ഏജൻറ്റ് 30,000 രൂപ പൈസ വാങ്ങിച്ചിട്ട് ഒരു വിദേശ രാജ്യത്ത് ജോലിക്ക് വിടുന്നു. ഓഫീസ് അഡ്മിൻ്റെ ജോലി എന്ന് പറഞ്ഞാണ് വിട്ടത്. അവിടെ ചെന്നപ്പോൾ ഒരു ചൈനീസ് കമ്പനിയിൽ ആൾക്ക് അവിടെ ജോലി കിട്ടുകയാണ്. ജോലി എന്ന് വെച്ചാൽ എന്തറിയോ, ഈ നമ്മളെ ടിൻഡർ അല്ലെങ്കിൽ ഡേറ്റിംഗ് ആപ്സ് ഉണ്ട്. ആ ആപ്സിലൊക്കെ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഒരുപാട് ഫിനാൻഷ്യലി റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണ് രജിസ്റ്റർ ചെയ്യുക. ഇവരുടെ ഡാറ്റയിൽ വിളിച്ച് ഒരു പെൺകുട്ടിയുടെയൊക്കെ DP വെച്ച് അവരോട് ചാറ്റ് ചെയ്യും. ചാറ്റ് ചെയ്തിട്ട് അവരുടെ ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്ത് ചിലപ്പോൾ വീഡിയോ കോൾ വരും. വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ കോൾ വന്നിട്ട് ആളെ കാണിച്ചു കൊടുക്കും. എന്നിട്ട് ഇവർ പറയും, ഈ ലേഡി പറയുക, ചിലപ്പോൾ യങ്ങായിട്ടുള്ള ലേഡി ആയിരിക്കും. അപ്പോൾ ലേഡി അവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ വീഡിയോസ്, അവർ സഞ്ചരിക്കുന്ന കാർ, അവരുടെ ബെഡ്റൂം കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കും. ഈ ലേഡി നല്ല റിച്ച് ആയിരിക്കും. ഈ ലേഡിക്ക് പറയുന്ന ഒരു സ്റ്റോറി ഉണ്ടാവും. ലേഡിയുടെ സ്റ്റോറി എന്ന് വെച്ചാൽ അവർ ഒരുപാട് പാവപ്പെട്ട ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു. അവർ ട്രേഡിങ് ചെയ്തിട്ടൊക്കെയായിരിക്കും പൈസ ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ ഇയാളോട് ട്രേഡിങ് ചെയ്യാനും നമുക്ക് ഒരുമിച്ച് ജീവിക്കാനൊക്കെ ആവശ്യപ്പെടും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ആദ്യം ഒരു സംശയം തോന്നുന്നതുകൊണ്ട് ഈ ലേഡി പറയും, ഒരു കാര്യം ചെയ്തോ, അപ്പോൾ നിങ്ങൾ ട്രേഡിങ് ചെയ്യാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിൻ്റെ പകുതി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യും, പകുതി ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാം. അത് മിക്കവാറും ആളുകളുടെ ഈഗോയെ ഹർട്ട് ചെയ്യും. അങ്ങനെ ആദ്യം ചെറിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഒരു പ്രോഫിറ്റ് കൊടുക്കും. അതിനുശേഷം അവരെ കൊണ്ട് വലിയ മില്യൺസ് ഓഫ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യിക്കും. ഇതാണ് ജോലി. ഇനി ഈ ജോലി ചെയ്തില്ലെങ്കിൽ ആദ്യത്തെ ദിവസം ഇവരെ ഇരുട്ടുമുറിയിലിടും, ടോർച്ചർ ചെയ്യും. കാരണം ഒരു മാസത്തിൽ മിനിമം 2 കസ്റ്റമേഴ്സിനെങ്കിലും കൊണ്ടുവരണം. രണ്ടാമത്തെ ദിവസം ചെയ്യുന്ന ചിലർക്ക് ഫുഡ് കൊടുക്കില്ല. മൂന്നാമത്തെ ദിവസം ടോർച്ചറാണ്. അങ്ങനെ ഈ സിറ്റുവേഷനിൽ പുറത്ത് പോകാൻ പറ്റാതെ, ആ ഫോൺ പോലും യൂസ് ചെയ്യാൻ പറ്റില്ല. അതിനുള്ളിൽ ലോക്ക്ഡ് ആയിരുന്നു. മാസത്തിൽ ഒരു ദിവസമാണ് ലീവ് ഉള്ളത്. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ വർക്ക് ചെയ്യണം. ഇവരുടെ റൂമിൽ വന്ന് ഇവരെ തട്ടി എഴുന്നേപ്പിച്ച് ജോലി ചെയ്യിക്കും, ശരിക്കും അടിമയെ പോലെ. അങ്ങനെ ആ ബിൽഡിങ് ഒരു അബാൻഡൻഡ് ആയിട്ടുള്ള പ്ലേസാണ്. അങ്ങനെ ആ ദിവസം അവിടെ ഒരു അറബി വരികയാണ്. അയാൾ വന്ന സമയത്ത് ഈ മറ്റേ ആൾക്ക് ഭാഷ സംസാരിക്കാൻ അറിയില്ല. നമ്മുടെ പയ്യൻ അത്യാവശ്യം എല്ലാ ലാംഗ്വേജസും കൈകാര്യം ചെയ്യുന്നു. അവിടുത്തെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ അയാളോട് പറഞ്ഞു കൊടുക്കുകയാണ്. അയാൾക്ക് കാര്യം മനസ്സിലായ ഉടനെ പെട്ടെന്ന് ആ ബിൽഡിംഗ് ഇവാക്യുവേറ്റ് ചെയ്യുകയാണ്. ഇവാക്യുവേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് ഓണർ അവിടെ വരികയാണ്. ഓണർ വന്ന് പതുക്കെ അവിടെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സമയത്ത് ഈ പയ്യൻ മൊബൈലിൽ ഒരു ഫോട്ടോ എടുക്കുകയാണ്. ഈ ഫോട്ടോയുടെ ക്യാമറയുടെ ഫ്ലാഷ് കണ്ടിട്ട് അയാൾക്ക് മനസ്സിലായി അയാളുടെ വാഹനത്തിൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ടെന്ന്. അയാൾ ഉടനെ ഇയാളുടെ അടുത്ത്, ഈ പയ്യൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. നിൻ്റെ പാസ്പോർട്ട് എൻ്റെ കയ്യിലാണ്, നിന്നെ ഇവിടുന്ന് പുറത്ത് വിടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവൻ കുറച്ച് ബോൾഡ്നെസ്സോടുകൂടി അവൻ പറയുകയാണ്, ഞാൻ ഇത് ആരോടും പറയില്ല, പക്ഷേ എന്നെ എനിക്ക് രക്ഷപ്പെടാൻ അനുവദിക്കണമെന്ന്. അങ്ങനെ ആ പയ്യൻ മാത്രം രക്ഷപ്പെട്ടിട്ട് ഒരു പ്രകാരത്തിൽ നാട്ടിൽ പോയി തിരിച്ചിപ്പോൾ ജോലി അന്വേഷിച്ച് വന്നിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് ഇമോഷണൽ സ്കാംസ് നാട്ടിലും പുറത്തും വിദേശത്തൊക്കെ നടക്കുന്നുണ്ട്. കാരണം ഈ പ്രായമായ ആൾക്കാർ, ഈ ഒരുപാട് പൈസയുള്ള ആളുകൾ, അവരെല്ലാം ഇമോഷണലി നമ്മൾ സ്കാം ചെയ്യിച്ച് ട്രേഡിങ്ങിലും അങ്ങനെ പല പ്ലാറ്റ്ഫോംസിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യിച്ചിട്ട് അവർ പണം നഷ്ടപ്പെടുകയാണ്. ഇത് നമുക്ക് ആരോടും ചോദിക്കാനോ ഗവൺമെൻറ്റിൽ റിപ്പോർട്ട് ചെയ്തിട്ടും കാര്യമില്ല. കാരണം പലതും പല IP അഡ്രസ്സും പല നമ്പേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അവർ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് വാട്സപ്പ് ചാറ്റിലൂടെയാണ്. വാട്സപ്പ് ചാറ്റിലൂടെ നിങ്ങളോട് ചാറ്റ് ചെയ്ത് നിങ്ങളുടെ A to Z വിവരങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് എന്താണ്, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട്സ് ആണ്, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നു. വീഡിയോ കോളിലൂടെ അതൊന്നുകൂടെ നിങ്ങൾക്ക് വിശ്വാസ്യത വരുത്തുന്നു. അങ്ങനെയാണ് ഈ സ്കാമിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, ഇത്തരത്തിലുള്ള സ്കാമുകളിൽ നിങ്ങൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ പെടാതിരിക്കാൻ ശ്രമിക്കുക.